വാളയാറിൽ ജാർഖണ്ഡ് സ്വദേശി റാം നാരായൺ ഭഗേലിനെ കൊലപ്പെടുത്തിയ കേസിൽ ബിജെപി പ്രവർത്തകർ ഉൾപ്പെടെ 8 പ്രതികളുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. പാലക്കാട് SC/ST സ്പെഷ്യൽ കോടതി പ്രതികൾക്ക് അനുവദിച്ച ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രതികൾ 3 ദിവസത്തിനകം കീഴടങ്ങണമെന്നും കോടതി ഉത്തരവിട്ടു. വിചാരണ കോടതി ജഡ്ജി യാന്ത്രികമായാണ് പ്രവർത്തിച്ചതെന്നും വളരെ തിടുക്കപ്പെട്ടാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതെന്നും ഹൈക്കോടതിയുടെ വിമർശനം. വാളയാർ അട്ടപ്പള്ളത്ത് അതിഥി തൊഴിലാളി ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായത്. കേസിൽ പ്രതികളായ BJP പ്രവർത്തകർ ഉൾപ്പെടെ 8 പേരുടെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. പാലക്കാട് SC/ST സ്പെഷ്യൽ കോടതി പ്രതികൾക്ക് അനുവദിച്ച ജാമ്യമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പ്രതികൾ 3 ദിവസത്തിനകം കീഴടങ്ങണമെന്നും കോടതി ഉത്തരവിട്ടു. ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ഹൈക്കോടതി വിചാരണ കോടതി നടപടിയെ രൂക്ഷമായി വിമർശിച്ചു. മരിച്ചയാളുടെ ആശ്രിതരുടെ വാദം വിചാരണ കോടതി കേട്ടില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിചാരണ കോടതി ജഡ്ജി യാന്ത്രികമായി പ്രവർത്തിച്ചതെന്നും വളരെ തിടുക്കപ്പെട്ടാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ഡിസംബർ 17-നാണ് ജാർഖണ്ഡുകാരൻ റാം നാരായൺ ഭഗേലിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. ഒരു കടയുടെ പരിസരത്തിരിക്കുകയായിരുന്ന ഇദ്ദേഹത്തെ മോഷണക്കുറ്റം ആരോപിച്ചും ബംഗ്ലാദേശി എന്ന് വിളിച്ചും സംഘപരിവാറുകാരായ യുവാക്കൾ ഉൾപ്പെട്ട സംഘം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് മണിക്കൂറുകളോളം അവശനായി കിടന്ന റാം നാരായണനെ പോലീസ് എത്തിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെ അന്നേ ദിവസം വൈകിട്ടോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. കേസിൽ അറസ്റ്റിലായ 9 പ്രതികളിൽ 8 പേർക്ക് കഴിഞ്ഞ ജനുവരി 31-നായിരുന്നു വിചാരണ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. കൈരളി ന്യൂസ്, കൊച്ചി.